അസ്സലാമു അലൈക്കും. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നബിദിന റാലികളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. മദ്രസയിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം മറ്റുള്ളവരെല്ലാം ചേർന്നുള്ള മനോഹരമായ പരിപാടികൾ അതാത് മഹല്ല് കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിൽ കാഞ്ഞങ്ങാട് നടന്ന ഒരു നബിദിന റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വാർത്ത ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നടന്ന നബിദിന റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1ഉം 2ഉമല്ല, 200ഓളം പേർക്കെതിരെ കേസെടുക്കാനുള്ള കാരണമായി പോലീസ് പറയുന്നത് അവർ അനുമതിയില്ലാതെ ഈ നബിദിന റാലി സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കാസർഗോഡ് കാഞ്ഞങ്ങാട് അനുമതിയില്ലാതെ നബിദിന റാലി നടത്തിയതിന് പോലീസ് കേസെടുത്തു. 200 പേർക്കെതിരെയാണ് കേസ്. മാണിക്കോത്ത് ജമാഅത്ത് കമ്മിറ്റിയുടെയും ആറങ്ങാട് ജമാഅത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നബിദിന റാലികൾ നടത്തിയവർക്കെതിരെയാണ് കേസ്. കോട്ടച്ചേരിയിലെ സ്റ്റേറ്റ് ഹൈവേയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മഹല്ല് കമ്മിറ്റിയല്ല, 2 മഹല്ല് കമ്മിറ്റികൾ ചേർന്നുകൊണ്ടാണ് ഈ ഒരു നബിദിന റാലി സംഘടിപ്പിച്ചത്. നമുക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള കാരണം. നമുക്കറിയാം, ഈ നബിദിനം എന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹം, അത് മുസ്ലിം മതങ്ങൾ മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നബിദിന റാലികളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് ഹൈന്ദവ സഹോദരങ്ങളൊക്കെയാണ് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കാനും അതോടൊപ്പം അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നത് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളാണ്. അമ്പല കമ്മിറ്റികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികളുമൊക്കെ അത്തരം മനോഹരമായ പരിപാടികളൊക്കെ നമ്മുടെ കേരളത്തിലുടനീളം നടത്തുകയുണ്ടായി. ഓണാഘോഷം പോലെ, ക്രിസ്മസ് പോലെ, ശ്രീകൃഷ്ണ ജയന്തി പോലെ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ പോലെയാണ് കേരളീയ സമൂഹം നബിദിനവും കാണുന്നത്. നബിദിനം വരുന്ന സമയത്ത് അന്നേ ദിവസങ്ങളിൽ നബിദിന റാലികൾ സംഘടിപ്പിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ 200ഓളം ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവർ ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം ക്രൈസ്തവ സഹോദരങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ അവർക്കെതിരെ ഒന്നും എടുക്കാത്തൊരു നടപടി അത് എങ്ങനെയാണ് ഈ നബിദിന റാലിക്ക് മാത്രം ബാധകമായി മാറുന്നത്? നോക്കി, ഇവിടെയാണ് നാം എല്ലാവരും സ്ഥിരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നമുക്കറിയാം, ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിമായ ഒരു അധ്യാപിക നടത്തിയ ഒരു വോയിസ് പുറത്തു വന്നതോടുകൂടി അത് വലിയ രീതിയിൽ ചർച്ചയായി, വലിയ വിവാദമായി മാറി. പക്ഷെ അതേ പ്രസ്താവന നടത്തിയ പാസ്റ്റർമാരും അച്ഛന്മാരും അടക്കം ഒരുപാട് വീഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് അവർക്കെതിരെയൊന്നും നിയമ നടപടി ഉണ്ടാകുന്നില്ല? ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എത്രമാത്രം പച്ചയ്ക്ക് വർഗീയത പറയുന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ നിരന്തരമായിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇന്നുവരേക്കും അയാൾക്കെതിരെ ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഈ ജനങ്ങളുള്ള കേരളത്തിൽ ഒരു വർഗീയത വരെ ഉണ്ടാകാൻ കാരണമാകുന്ന ഇത്തരം പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടും അയാൾക്കെതിരെ ഒരു നടപടിയോ അയാൾക്കെതിരെ ഒരു കേസ് പോലും ഇതുവരെയും എടുത്തിട്ടില്ല. മാത്രമല്ല, അത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായി വലിയ സൗഹൃദം സ്ഥാപിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു വിഷയം വരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായത്തെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്? നോക്കിയത് എല്ലാവരുടെയും നാടല്ലേ? ഒരു മതത്തിന്റെ മാത്രം നാടാണോ? അല്ല. ഒരു സമുദായത്തിന്റെ മാത്രം നാടാണോ? അല്ല. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഇനി ഒരു മതത്തിലും വിശ്വസിക്കാത്തവനും അടക്കം എല്ലാവർക്കും തുല്യസ്ഥാനമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ അവകാശമാണ്, എല്ലാവർക്കും ഒരേ നീതിയാണ്. അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നീതിയും നിയമവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ കേസെടുത്ത വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്കറിയാം, പലപ്പോഴും വാഹനങ്ങളും മറ്റുമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള റോഡുകളിൽ. അതിപ്പോൾ ഒരു മതത്തിന്റെ ആഘോഷം മാത്രമല്ല, പല രാഷ്ട്രീയ സംഘടനകളുടെയും ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. അതിപ്പോൾ ഇന്ന രാഷ്ട്രീയമെന്നൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ സംഘടനകളും പലപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പലതരത്തിലുള്ള പരിപാടികളൊക്കെ അവരുടെ റോഡുകളിലും മറ്റുമൊക്കെ നടത്താറുണ്ട്. അവർക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇനി ഇലക്ഷൻ സമയത്തൊക്കെ നോക്കൂ നിങ്ങൾ,
ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതലും ഇത്തരം ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കലാശക്കൂട്ടിന്റെ ഭാഗമായിട്ട്, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള റാലികളും ജാഥകളും അതോടൊപ്പം മറ്റു പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ കേസെടുക്കാത്തത്? അവർക്കൊരു നീതി, ഇവർക്കൊരു നീതി എന്നാണോ? നമുക്ക് നീതി എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? നമുക്കറിയാം, അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും രോഗികളുമൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാരണം, ഗതാഗത തടസ്സങ്ങൾ കാരണം ബുദ്ധിമുട്ടാറുണ്ട്, അവർ പ്രയാസം അനുഭവിക്കാറുണ്ട്. അതും ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നബിദിന റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന് പറയുന്ന അതേ നടപടി നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും നിങ്ങൾ എടുക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യും. ഒരു പരിപാടിയും, അതായത് ഒരു രാഷ്ട്രീയപരമായ പരിപാടിയായിരുന്നാലും ശരി, മതപരമായ ഇത്തരത്തിലുള്ള മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നാലും ശരി, ഒരു പരിപാടിയും ഇനി മുതൽ റോഡിൽ വേണ്ട, യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ പബ്ലിക് റോഡിൽ വേണ്ട, അത് ഗതാഗത തടസ്സം ഉണ്ടാകാൻ കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സർക്കുലറോ നിയമമോ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നിയമം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ കടമ്പകളുള്ള വിഷയമാണ്. നമുക്ക് നബിദിനം കടന്നു വരുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. നബിദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. നമുക്ക് നബിദിനത്തിന്റെ അന്ന് റാലികൾ സംഘടിപ്പിക്കേണ്ട എന്നല്ല, സംഘടിപ്പിക്കണം. പക്ഷേ അത് ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ അതിന് കൃത്യമായ ഒരു രീതിയിൽ, വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്കിതിനെ ക്രമീകരിച്ചുകൊണ്ട് മാതൃകാപരമായി മനോഹരമായി കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നബിദിന റാലികൾ സംഘടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായ രീതിയിലായിരിക്കണം. പക്ഷേ ഒരു മതവിശ്വാസികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നൊരു പ്രവണത അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്കൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള, ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷമാണ്. അപ്പോൾ സ്വാഭാവികമെന്നോണം അവരെ വിളിച്ചുകൊണ്ട് ആ പോലീസുകാർക്ക് ഒരു ശാസനം കൊടുത്തു വിട്ടേക്കാം. ആ സ്ഥലത്ത്, ആ റോഡിൽ, അതായത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ആ റോഡിൽ ഇനി അടുത്ത വർഷം മുതൽ അങ്ങോട്ട് നിങ്ങളിനി റാലികളും മറ്റുമൊക്കെ സംഘടിപ്പിക്കരുത്, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മനസ്സിലാക്കി കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ആ ഒരു കേസെടുത്ത ആ ഒരു പ്രവണത അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ കൂടി കാണിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നബിദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളുടെ പരിപാടികളും മറ്റുമൊക്കെ അതാത് മഹല്ലെ കമ്മിറ്റിയിലെ മദ്രസകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും രസകരമായ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു 3 കുട്ടികളുടെ ഒരു വീഡിയോ, ഒരുപക്ഷേ നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ. ആ കുഞ്ഞുമക്കൾ ആ വേദിയിൽ നിന്ന് കാഴ്ചവെക്കുന്ന ആ ഒരു കുസൃതികൾ, അവരുടെ ആ ചേഷ്ടകൾ, അതൊക്കെ കണ്ടുകൊണ്ട് വല്ലാതെ പൊട്ടിച്ചിരിക്കുകയാണ് ആളുകൾ. ഏതായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ആദരക്കനിമരം ത്വാഹ റസൂലേ, ആദരം അനുഗ്രഹം, ആദരം അനുഗ്രഹം, നൂർ കമാല് അലമിൽ ഹുദാനിധി, ലംഘും ജമാല് ആനിധി, ലംഘും ജമാല് നബി 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 ഉലകിൽ സലാം സലാം ലാവേ, നബി ഉലകിൽ പ്രഭാം പ്രഭാനിതാവേ, പ്രഭാവയം കിരണം പ്രഭാബ്ജ പ്രഭുമേ പ്രചോദനം നിലാവേ, ആദരം കരീമരം, ആദരം കരീമരം ത്വാഹ റസൂലേ, ആദരം കരീമരം ഹൈബസബീലേ, ആദരം അനുഗ്രഹം, നൂറേ കമാലേ, അലമുൽ ഹുദാനിധി, ലംഘും ജമാലേ. അസ്സലാമു അലൈക്കും. എന്റെ